മുത്തൂറ്റ് മൈക്രോഫിൻ മാനേജറെ ഉടൻ തന്നെ കണ്ടെത്തി. മാനേജർ ഗിരീഷിനെ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് തന്നെ സംഘം തിരികെ എത്തിച്ചു. പട്ടാപ്പകൽ നടുറോഡിൽ വെച്ചാണ് മാനേജറെ കാറിലെത്തിയ സംഘം പൊക്കിയെടുത്ത് കാറിലിട്ട് തട്ടിക്കൊണ്ടുപോയത്. ആദ്യ ദൃശ്യങ്ങളിൽ എന്തിനാ നമുക്ക് അറിഞ്ഞൂടാ. കാര്യം പറഞ്ഞുകൊണ്ട് ഹലോ കാര്യം പറഞ്ഞുകൊണ്ട് കാര്യം പറയാൻ വേണ്ടി കൊണ്ടുപോകും. കാര്യം പറയാൻ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? അവർ പോട്ടെ, അവർ കാര്യം ഇവിടുത്തെ സ്റ്റാഫല്ലേ. റിനു ശ്രീധർ തിരുവനന്തപുരം ചെന്നു. റിനു, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. കാര്യം പറഞ്ഞു കഴിഞ്ഞ് അവിടെ കൊണ്ടുപോയി ഇറക്കിയിട്ടു. ദേ പോയി ഇതാ വന്നു എന്ന മട്ടിലാണ്. ആരാണ്, എന്തിനാണ്, എന്തെങ്കിലും വിവരമുണ്ടോ റിനു? സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പട്ടാപ്പകൽ ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് കാട്ടാക്കട പൂവച്ചൽ ജംഗ്ഷനിലെ മുത്തൂറ്റ് മൈക്രോഫിൻ സ്ഥാപനത്തിലെ മാനേജറായിട്ടുള്ള ഗിരീഷിനെ ഒരു സംഘം കാറിലെത്തി തട്ടിക്കൊണ്ട് പോയത്. ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്താണ് ഈ വാഹനത്തിലേക്ക് ബലം പ്രയോഗിച്ച് ഗിരീഷിനെ കടത്തിക്കൊണ്ട് പോയത്. ഏകദേശം 2 മണിക്കൂർ. അപ്പോഴേക്കും ഈ സ്ഥാപനത്തിലെ മറ്റ് ജീവനക്കാർ പോലീസിനെ വിവരമറിയിച്ചിരുന്നു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അപ്പോഴാണ് തൊട്ടു പിന്നാലെ 2 മണിക്കൂറിന് ശേഷം പൂവച്ചൽ ജംഗ്ഷനിൽ ഒരു ബൈക്കിൽ ഗിരീഷിനെ കൊണ്ട് എത്തിച്ചത്. എന്തിനാണ് ഇയാളെ ബലം പ്രയോഗിച്ച് കാറിൽ തട്ടിക്കൊണ്ട് പോയത് എന്നുള്ള വിവരം നിലവിൽ ഇപ്പോൾ ലഭിച്ചിട്ടില്ല. പോലീസ് എന്തായാലും കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലേക്ക് ഗിരീഷിനെ വിളിച്ചു വരുത്തി ഈ നിയമ നടപടികൾ നടത്തുകയാണ്. കാരണം മൊഴി രേഖപ്പെടുത്തുകയാണ്. ഈ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമായിരിക്കും എന്താണ് സംഭവിച്ചതെന്നുള്ള വിവരം നമുക്കും ലഭ്യമാവുകയുള്ളൂ. എന്തായാലും ഇത്തരത്തിലൊരു തട്ടിക്കൊണ്ടുപോക്കൽ നടപടിക്ക് നേതൃത്വം നൽകിയ യുവാക്കളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് കാട്ടാക്കട ഡിവൈഎസ്പി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.